പരിശുദ്ധ കൃപാസന അമ്മ മാതാവിനും ഈശോയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ജീവനുള്ള ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയാണ് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ. എൻ്റെ പേര് ജോളി. ഞാൻ കൊരട്ടി സെൻറ്റ് മേരീസ് ഫെറോന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബർ 7-ാം തീയതിയാണ് കൃപാസനത്തിൽ ആദ്യമായി വരുന്നത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമമുണ്ടായ സമയത്താണ് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് വന്ന് എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത മകള് അന്യമതസ്ഥയിൽപ്പെട്ട ഒരു കൊച്ചനുമായി ഇഷ്ടത്തിലാകുകയും അവനെ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഞങ്ങളതിന് മറുപടിയായിട്ട് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യവും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് പറയുകയും അവൾ ഒരുപാട് മാറിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ അന്ന് തന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗത്തിൽ ആദ്യം തന്നെ എൻ്റെ മകളുടെ വിവാഹമാണ് വെച്ചത്. അത് ഒരു ദൈവവിശ്വാസിയായ മകനെ ഞങ്ങൾക്ക് തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അന്ന് അമ്മ എനിക്കൊരു ഡേറ്റ് തന്നു. ഒക്ടോബർ 10 2023 എന്നുള്ളത്. ഞാനത് അമ്മയോട് അറുകൂട്ടം നിയോഗം എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും വായിച്ചപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ ഇത് വളരെ നീണ്ടുപോയല്ലോ വർഷം, എൻ്റെ മോളുടെ വിവാഹം 4-5 വർഷത്തിന് ശേഷമാണോ നടക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സുഗന്ധാഭിഷേകമാണ് ഉണ്ടായത്. അപ്പോൾ മനസ്സിലായി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെ എത്തിയിരുന്നു എന്നുള്ളത്. അങ്ങനെ വീണ്ടും പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ ആരാധന മുടങ്ങാതെ കാണുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അന്ന് ആധ്യാത്മികമായിട്ട് ഞങ്ങളെ മാതാവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം കൊറോണ വന്ന് ഏപ്രിൽ മാസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. 4-ാമത്തെ ചൊവ്വാഴ്ച ഞാനും എൻ്റെ മോളും കൂടി കൃപാസനത്തിൽ വരികയാണ്, ഇളയ മകളും കൂടി. അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ലോക്കൊക്കെ അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ സൈഡേ കടന്ന് ഈ ചെറിയ വഴി കൂടി കൃപാസനത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ പാവം പിടിച്ച ഒരു അന്തോണീസ് പുണ്യാളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഈ അൾത്താര ഫുള്ളും കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ പുണ്യാളനോട് ചോദിച്ചു, പുണ്യാള എന്താ ഇന്നിവിടെ ദുഃഖവെള്ളിയാണോ? ആൾത്താരും കർട്ടനിട്ട് മൂടിയിരിക്കുകയാണല്ലോ. ഞാൻ എൻ്റെ മാതാവിനെ ഈശോനെ ഒന്ന് കാണാൻ വന്നതാണ്, അത്രയും സങ്കടത്തോടെയാണല്ലോ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുണ്യാളൻ എന്നോട് ചോദിച്ചത്, നീ എന്തിനാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിനെ ഈശോനെയും കാണാനാണെന്ന്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഉടനെ തന്നെ ഒരു ബലിപീഠം ഉണ്ടാവുകയും എൻ്റെ കൈപ്പത്തിയോളം വലിപ്പത്തിൽ ഉള്ള ഒരു അരുണിക്കയിൽ ഈശോയുടെ ഓസ്തിയും കാസയും ഞാൻ കാണുകയാണ്. ആ കാസയ്ക്ക് സൂര്യൻ്റെ പ്രഭയേക്കാൾ തേജസ്സായിരുന്നു അതിന്. ഞാൻ ഉടനെ തന്നെ മുട്ടുകുത്തി. ഞാൻ വെളുപ്പിന് സമയം നോക്കുമ്പോൾ വെളുപ്പിന് 3 മണിയാണ്. തൊട്ടടുത്ത് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് ജോസഫ് അച്ഛൻ്റെ എല്ലാം ചെറിയതായത് കാരണം ജോസഫ് അച്ഛൻ്റെ ഈ കോളറിൻ്റെ ഈ സൈഡ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, മോളെ കൺകുളർക്ക് നീ അന്വേഷിച്ചു വന്ന് നിൻ്റെ ഈശോനെ അമ്മേനെയും കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പിന്നെ ഒക്കെ സംഭവിക്കുന്നതും അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോളുടെ വിഷയം ഞാൻ മറന്നേ പോയി. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് കൊറോണ വന്നു. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. കൊറോണയുടെ സമയത്താണ് തുടങ്ങിയത്. കൊറോണ വന്നതോടെ അത് പൂട്ടുകയും ചെയ്തു. അതിനുശേഷം ലോക്ക്ഡൗൺ ഒക്കെ മാറിയതിന് ശേഷം ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ അത് ഫെബ്രുവരി മാസം 26, 27, 28 തീയതികളിൽ നിങ്ങളത് തുറന്നിടുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അത് പൂട്ടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഞങ്ങൾ തുറന്നിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം 28-ാം തീയതി എൻ്റെ ചേട്ടൻ പറഞ്ഞു, നമുക്കിത് പൂട്ടാം, ഇതുവരെ ആരും വന്നില്ലല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞ കാര്യമാണ്, 28-ാം തീയതി നമ്മൾക്ക് പൂട്ടുണ്ട്, 28-ാം തീയതി കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് 7 മണിയായപ്പോഴത്തേനും എൻ്റെ എല്ലാ ബെഡും, എൻ്റെ വീട്ടിലെ 16 ബെഡിലും കുട്ടികൾ വന്ന് നിറഞ്ഞു. അമ്മ ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ വീണ്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബർ 30-ാം തീയതി എനിക്ക് എൻ്റെ മോളുടെ വിഷയത്തിന് ജോസഫ് അച്ഛനെ കാണാനൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിവിടെ മുട്ടുകുത്തിയപ്പോൾ ജോസഫ് അച്ഛൻ
ആ കടലാസം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു, നീ പൂർണ്ണമായും മകളെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. ആ മുട്ടുകുത്തുന്നത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം വേദനയായി. എൻ്റെ വിഷയത്തിലാണല്ലോ അച്ഛൻ ഇത്രയും മുട്ടുകുത്തേണ്ട വന്നതെന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു. പിന്നെ ആ സമയം തന്നെ അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അൾത്താരയിൽ ഒരു കാഴ്ച കാണുകയാണ്. മാതാവ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് വലിയൊരു ചങ്ങല മാതാവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരറ്റം മാതാവിൻ്റെ കയ്യിലും ബാക്കി മാതാവിൻ്റെ ദേഹത്തുനിന്ന് താഴേക്ക് പൊട്ടി വീഴുന്നതും കാൽച്ചോട്ടിലോട്ട് വീഴുന്നതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അച്ഛനോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പിടയ്ക്കൊരു സംഭവം ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവരെ 6 മാസത്തിനകം പണ്ട് 2019 6 മാസത്തിനകം ഒരു വീട് പണിത് താമസിക്കാനുള്ള പരിപാടിയായിരുന്നു എൻ്റെ കുട്ടികൾ തീരുമാനിച്ചിരുന്നത്. അത് ആ ഒരു സംഭവം നടക്കാനേ പറ്റിയില്ല. ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി ചങ്ങലയുടെ അൾത്താരയിൽ പൊട്ടി വീണ് 2 മാസത്തിന് ശേഷമാണ് ആ വീടുമേലൊരു കല്ലെടുത്തവർക്ക് വെക്കാൻ സാധിച്ചത്. വീണ്ടും ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, വീണ്ടും ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഒരച്ഛനെ കാണാൻ പോയിട്ടുണ്ട്. അച്ഛൻ 65-നും 70-നും ഇടയിൽ പ്രായമാണ്. അച്ഛൻ്റെ തലയിൽ മുടി കുറവാണ്, ഹൈറ്റുള്ള അച്ഛനാണ്. നിങ്ങൾ അച്ഛൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്, സ്തുതിച്ചിപ്പോൾ തന്നെ പ്രാർത്ഥിക്കണമെന്ന്. അത് ഞങ്ങൾ വീട്ടിലിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് എൻ്റെ വിഷയമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ബുധനാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം ഞാൻ ആരാധന കണ്ടു. ബുധനാഴ്ച ദിവസം ഇവർ വിളിച്ച്, ഈ ചെറുക്കൻ്റെ വീട്ടുകാർ ചെറുക്കൻ വിളിച്ച് പറഞ്ഞു, ഞാൻ മാമോദിസ സ്വീകരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് വരാൻ തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 17, 2023 മാതാവ് തന്ന ഡേറ്റിൽ എൻ്റെ മകളുടെ വിവാഹം കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്നു. പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മോളുടെ +2 ഫുൾ ഉന്നത വിജയം 95% മാർക്ക് ലഭിച്ചു. കിണറിലെ വെള്ളം, കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ കിണറ്റിൽ ഉപയോഗിക്കുകയും വെള്ളത്തിന് വ്യത്യാസം വരികയും നല്ലൊരു കുടിവെള്ളം ഞങ്ങൾക്ക് ജലജീവൻ പദ്ധതി പ്രകാരമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുടുംബത്തെ മാനഹാനിയിൽ നിന്ന് രക്ഷിച്ച് മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഓർമ്മയുള്ളിടത്തോളം കാലം അമ്മയ്ക്ക് സാക്ഷിയായി ഞാൻ ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കാരുണ്യ പ്രവർത്തികൾ ഏറ്റവും കൂടുതൽ ചെയ്തത് കൊറോണയുടെ സമയത്തായിരുന്നു. കാരണം ഹോസ്റ്റലിൽ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആരും കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ ആ സമയത്ത് ആരോരുമില്ലാതെ ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് അവിടെ ഇവിടെയും താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു ഞങ്ങൾ. അത് ഇപ്പോഴും തുടരുന്നു. എപ്പോഴും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥന ഇന്നുവരെ ഞങ്ങൾക്ക് മുടങ്ങിയിട്ടില്ല, ബൈബിൾ വായന മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ കുടുംബം ഒന്നിച്ച് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാണ് ഞങ്ങൾ പോയത്. ഇത്രയും ചെയ്തതെന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതിനു മുമ്പ് കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നോ? മരിയൻ ഉടമ്പടിക്ക് മുമ്പ്? ഇല്ല, അതിനു മുമ്പ് പ്രാർത്ഥന ഇഷ്ടമുള്ള സമയത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഇഷ്ടമുള്ള സമയത്താണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ചകളിലൊക്കെ എന്തും കുർബാനയ്ക്ക് പോകുമായിരുന്നു? ഞായറാഴ്ചയിൽ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. എന്നെ കത്തോലിക്കയിലോട്ട് വിവാഹം ചെയ്തുകൊണ്ടുവന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ അത് വെച്ച് അതിൽ നിന്ന് ഞാൻ പിന്മാറിയിരുന്നേ. അല്ലാത്ത എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ജോളി വർഗീസ് എന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് പ്രധാനമായിട്ടും മകളുടെ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെട്ടു പോയൊരു വിഷയം. അത് ക്രൈസ്തവമായ ഒരു മകനുമായിട്ടായിരുന്നു ആ ഒരു സ്നേഹബന്ധം. അത് കൃപാസനത്തോട് കടന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പറച്ചിൻ്റെ ഫലമായിട്ട് ആ മകൻ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ മാമോദീസ സ്വീകരിക്കാമെന്നും മനോഹരമായിട്ട് കത്തോലിക്ക പള്ളി വെച്ച് തന്നെ ആ മകളുടെ വിവാഹം കൂദാശ ചെയ്തു എന്നാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് സാക്ഷ്യത്തിൽ പറഞ്ഞത് കൊറോണ സമയത്ത് ഒത്തിരിയേറെ മക്കളാണ് ഇതിനു മുമ്പും നേരത്തെ നിങ്ങളൊരു സാക്ഷ്യം കേട്ട് കാണും,
ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി അത് തകർന്ന വലിയ കടമൊക്കെ ആയ ഒത്തിരിയേറെ സഹോദരങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സാക്ഷിയാണ്. ഹോസ്റ്റൽ തുടങ്ങി അത് പൂട്ടേണ്ടി വന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആരാധനയിൽ പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ തുറന്നിടണം. കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് അത് നിങ്ങൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ കർത്താവ് ഇടയാക്കുന്നതൊരു സന്ദേശമാണ്. ആ സന്ദേശം ഇവർ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുറിയെല്ലാം തുറന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ജോസഫ് അച്ഛൻ്റെ ആരാധന സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തുടർന്ന് 28-ാം തീയതി ആയപ്പോൾ ഒരാളെയും കിട്ടാതായപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നമ്മൾ ഈ 3 ദിവസവും തുറന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ 28-ാം തീയതി തന്നെ 7 മണിയായപ്പോൾ 16 മുറികളുണ്ടായിരുന്നു അല്ലേ? 16 കുട്ടികളും ഈ ഹോസ്റ്റലിൽ എല്ലാ റൂമിലും വന്ന് റൂമെല്ലാം ഫില്ലായെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പോൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പരിശുദ്ധ ദൈവമാതാവ് ചങ്ങല പൊട്ടിക്കുന്ന സാക്ഷ്യം ഒത്തിരിയേറെ മക്കളാണ് ഈ അൾത്താരയിൽ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നിൻ്റെ ജീവിതത്തിലൊക്കെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതെന്ന് കാണിക്കാനാണ് ദൈവമാതാവ് അത്തരത്തിലുള്ളൊരു ദർശനം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഈ അമ്മയുടെ വിഷയം ക്രൂശിത രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് നൽകിയത്. അപ്പോൾ ദൈവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഈ കുടുംബത്തോട് കൂടെയുണ്ടെന്ന് വെളിവാക്കുന്നതാണ് ഓരോരോ സാക്ഷ്യങ്ങളും. മരിയൻ ഉടമ്പടിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.